സോ ഫ്രണ്ട്സ്, കൂലി മൂവി കാണാൻ വേണ്ടി ഞങ്ങൾ വന്ന വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. കാരണം തിയേറ്ററിലേക്ക് ഞങ്ങൾ ഇത്തിരി താമസിച്ചാണ് എത്തിയത്. ബട്ട് പടം നമുക്ക് തുടക്കം തൊട്ട് കാണാൻ പറ്റി. സോ ഒരു ഷോർട്ട് റിവ്യൂ പറയാം, 2 വാക്ക്. 2025 ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്കാമാണ് കൂലി എന്ന് പറയുന്നത്. അതുപോലെ ലോകേഷ് കനകരാജ് എന്ന നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടൊരു ഡയറക്ടറിൻ്റെ ഏറ്റവും വീക്ക് പ്രൊഡക്റ്റ്, ഏറ്റവും വീക്ക് സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ പടത്തിൻ്റെ മറ്റ് ടെക്നിക്കൽ സൈഡുകളെല്ലാം നന്നായിരുന്നെങ്കിൽ കൂടിയും BGM വളരെ ഡൗൺ ആയിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഒരു രജനി ഫിലിം കാണുമ്പോൾ, ഒരു ലോകേഷിൻ്റെ ഒരു മൂവിയിൽ രജനി വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഹൈ മൂമെൻറ്റ് ഒരിടത്ത് പോലും തരാനായിട്ട് സാധിക്കാതെ പോയൊരു സിനിമയാണ്. സോ ടോട്ടലി പറയുവാണെങ്കിൽ വളരെ വീക്ക് സ്ക്രിപ്റ്റുള്ളൊരു നിർവികാര പടം. അതാണ് കൂലി. കംപ്ലീറ്റ് ഡിസപ്പോയിൻമെൻറ്റ്. ഈ വർഷം തമിഴിൽ നമ്മൾ ഒരുപാട് വലിയ ഡയറക്ടേഴ്സിൻ്റെ ഡൗൺഫോൾ കണ്ടിട്ടുള്ളതാണ്. അതിലേക്ക് ഒരിക്കലും വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ലോകേഷ്. എനിഹൗ ഇനിയിപ്പോൾ ഒരു LCU സീരീസിലേക്കാണെങ്കിലും ഇപ്പോൾ കൈദി 2, വിക്രം 2 ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ആമിർ ഖാനുമായിട്ടൊരു സ്റ്റാൻഡ് അലോൺ വരുന്നുണ്ടെന്ന് പറയുന്നു. അതിനൊക്കെ മുമ്പായിട്ട് സ്ക്രിപ്റ്റിൽ ശരിക്കും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ എത്രയൊക്കെ ടെക്നിക്കലി റിച്ച് ആക്കിയാലും, എത്രയെല്ലാം ക്യാമിയോസ് കൊണ്ടുവന്നാലും, എത്രയെല്ലാം ആക്ടേഴ്സിനെ കൊണ്ടുവന്നാലും കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ ഇരിക്കും.